ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആര്യ വർക്കിൽ സെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതാണ് സെറി ത്രെഡ്. ഈ സെറി ത്രെഡ് പല കളേഴ്സിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തത് ഗോൾഡൻ കളറാണ്. ഈ ത്രെഡ് എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ത്രെഡിൻ്റെ പുറത്ത് കൂടെ ഒരു ഗോൾഡൻ കളർ കോട്ടിംഗ് ഉള്ള ത്രെഡ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ഗോൾഡൻ കളർ നല്ല ഗ്ലേസിംഗ് ഉള്ളൊരു ടൈപ്പാണ്. കാണുന്നുണ്ടല്ലോ. ഇതേപോലെ നമുക്ക് ഒരുപാട് കളേഴ്സ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ ത്രെഡ് കുറച്ച് തിന്നായിട്ടുള്ളതാണ്. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ത്രെഡ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ തിക്നെസ് ഉള്ള ത്രെഡ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഒക്കെ നെക്ക് ലൈൻ്റെ ഏരിയയിലൊക്കെ ചെയിൻ ഇടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഈ തിന്നായിട്ടുള്ളതാണ് ചെറിയ ചെറിയ മോട്ടീവ്സൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. മുന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലുള്ള നോട്ടിട്ട് വെച്ചിരിക്കുന്ന ത്രെഡിനെ ഒന്ന് പൊക്കി കൊടുക്കുക, ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക്. അപ്പോൾ നമ്മൾ കയ്യിൽ ഒരു ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലിട്ടുള്ള നോട്ടിട്ടിട്ടുള്ള ത്രെഡ് തന്നെ വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലോത്തിൽ വന്നിട്ട് ലോക്കായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ചെയിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് വലിച്ച് പിടിച്ചിട്ട് ചെയിൻ ഇടാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് സ്മൂത്തായിട്ട് വേണം നമ്മൾ ത്രെഡ് വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടിയിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന ലോങ് ത്രെഡ് ഉണ്ടല്ലോ, അതിനെ ജസ്റ്റ് വളരെ സോഫ്റ്റായിട്ട് വിട്ട് കൊടുക്കുക. ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഈ ചെയിൻ ഇങ്ങനെ ഇട്ട് പോവുക. അപ്പോൾ നമ്മൾ മെഷീൻ ത്രെഡിൽ കാണുന്ന ചെയിനേക്കാട്ടും നല്ല ലൂപ്പ് പോലെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ കൂടെ നമ്മളിപ്പോൾ ചെയിൻ ലോക്ക് പഠിച്ചല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഡയറക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കോർണർ ആയതുകൊണ്ട് നമ്മളിവിടെ ചെറിയൊരു ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ചെയിൻ ലോക്ക് ഇട്ടതിന് ശേഷം നമുക്കിപ്പോൾ ഈ ഏരിയയിലേക്കാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ഹുക്കിനെ അവിടേക്ക് പിടിച്ചിട്ട് വീണ്ടും ചെയിൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോരോ ചെയിനോട്ടിട്ട് പോവുക. വല്ലാതെ ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലോത്തിൽ ഇങ്ങനെ ഒരു ചുളിവുകൾ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ അധികം ടൈറ്റ് ചെയ്തിട്ട് വലിക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമുക്കിനി വീണ്ടും ഡയറക്ഷൻ മാറ്റണമെങ്കിൽ ഇവിടെ തന്നെ ചെറിയൊരു ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയിൻ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മുകളിലേക്ക് ചെയ്യാം. ഞാൻ നീഡിൽ ചരിച്ച് പിടിക്കുന്നത് നിങ്ങൾക്ക് ക്യാമറയിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ സെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയിൻ ചെയ്യുന്നത്. ചെറിയ ചെറിയ ചെയിൻ ചെയ്യുക. നമ്മൾ മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് വലിയ വലിയ ചെയിൻ പഠിച്ചതിന് ശേഷം നമ്മൾ ചെറുതാക്കിയല്ലോ. അപ്പോൾ ഇനി സെറി ത്രെഡ് വെച്ചിട്ട് ചെറിയ ചെറിയ ചെയിൻ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ല നീറ്റായിട്ട് കിട്ടുക. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ചെയിൻ പോലെ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് സെറി ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആര്യ വർക്കിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്.